കോൺഗ്രസിന്റെ കണ്ണൂർ നേതൃത്വത്തിൽ വലിയ വിഭാഗീയതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റായിരുന്ന സുധാകരൻ തന്റെ തട്ടകത്തിലേക്ക് തിരികെ എത്തിയിട്ടുണ്ടല്ലോ. അതിനുശേഷം അദ്ദേഹം കണ്ണൂരിലെ MP കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കണ്ണൂർ വിട്ടു പോകാൻ കഴിയില്ല. അതിനിടയിലാണ് DCC ഓഫീസിൽ ഈ സുധാകരൻ അനുകൂലികളും അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രസിഡന്റായിരിക്കുന്ന സണ്ണി ജോസഫിന്റെ അനുകൂലികളും തമ്മിൽ നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, വിഭാഗീയത. അത് വലിയ രീതിയിൽ കോൺഗ്രസിനെ ബാധിക്കുമോ? ഈ കോൺഗ്രസ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വിഭാഗീയത അല്ലെങ്കിൽ തമ്മിലടി എന്നൊക്കെയായി കേരളത്തിൽ അങ്ങനെയൊക്കെയായി മാറിയിട്ട് കാലമേറെയായി. ഇപ്പോൾ കോൺഗ്രസ് നമുക്കറിയാം, അതിൻ്റെ ജനിതക ഘടനയിൽ തന്നെ DNA-യിൽ തന്നെ ഈ തമ്മിലടിയും ഗ്രൂപ്പിസവും ഉണ്ട്. ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ. ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുപോലെയാണ് ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് ദേശീയ തലത്തിലായാലും ശരി, സംസ്ഥാനങ്ങളിലായാലും ശരി, ഈ കോൺഗ്രസിൻ്റെ ഒരു മുഖമുദ്രയാണ് ഗ്രൂപ്പിസം. അത് കേരളത്തിൽ വളരെ ശക്തമായിട്ട് നിലനിന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് നമുക്കറിയാം. ലീഡർ K കരുണാകരനും AK ആൻ്റണിയും രണ്ടു പക്ഷത്തായിട്ട് നിന്ന IA ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആ ഒരു പോര് നമ്മൾ കണ്ടതാണ് കേരളം. അത് അവസാനം ചാരക്കേസിൽ വരികയും ചാരക്കേസിൻ്റെ ഭാഗമായിട്ട് K കരുണാകരനെ രാജിവെക്കേണ്ടി വരികയും അദ്ദേഹം തൻ്റെ തട്ടകം ഡൽഹിയിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം പതുക്കെ സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് പതുക്കെ പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു കാലത്ത് ആലോചിക്കണം, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തീരുമാനിക്കാൻ തക്കവണ്ണമുള്ളൊരു കിങ് മേക്കറായി മാറിയിരുന്ന നേതാവാണ് K കരുണാകരൻ. അദ്ദേഹമാണ് പിന്നീട് രാഷ്ട്രീയത്തിൽ പതുക്കെ ഇങ്ങനെ മാഞ്ഞു പോകുന്നത് പോലെ, മഴവില്ല് മാഞ്ഞു പോകുന്നത് പോലെ അദ്ദേഹം മാഞ്ഞു പോയത്. പിന്നെ അദ്ദേഹം വേറെ പാർട്ടി ഉണ്ടാക്കി, DAC എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി. അതിൽ പോയി അവസാനം അത് ഉപേക്ഷിച്ച് NCPയിൽ പോകാനൊരു ശ്രമം നടത്തി. അദ്ദേഹത്തിൻ്റെ മകൻ പോയി. അദ്ദേഹം പിന്നീട് തിരിച്ച് കോൺഗ്രസ്സിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതൊക്കെ പഴയ കഥ, ചരിത്രം. ഇപ്പോൾ പുതിയ കാലത്ത് പുതിയ അടവ് നയങ്ങളുമായിട്ട് നേതാക്കൾ ഇറങ്ങുന്ന ഒരു രീതിയാണുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, സുധാകരൻ KPCC പ്രസിഡൻ്റായിരുന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസിനെ ഒരു സെമി കേഡർ പാർട്ടിയാക്കും എന്ന് പറഞ്ഞാണ് അദ്ദേഹം രംഗത്ത് വന്നത്. ഒട്ടൊക്കെ അദ്ദേഹം അതിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഈ 2016 ഇലക്ഷനിൽ തോറ്റ് പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും നിയന്ത്രണത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് രമേശ് ചെന്നിത്തല മാറിയിട്ട് നമ്മുടെ VM സുധീരൻ KPCC പ്രസിഡൻ്റൊക്കെ ആയിട്ട് വന്ന ആ കാലമൊക്കെ നമുക്കറിയാം. പിന്നീട് മുല്ലപ്പള്ളി വന്നു. പക്ഷെ കോൺഗ്രസിൻ്റെ ആർജവം, ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിൻ്റെ നയപരിപാടികൾ ഒക്കെ പാളിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കോവിഡ് കൂടെ വന്നതോടുകൂടി കോൺഗ്രസ് തീർത്തും അപ്രസക്തമായി പോയി കേരളത്തിൽ. 2016 BJP വലിയ മുന്നേറ്റം നടത്തിയതാണ് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായത്. അന്ന് ആ BJP കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിലെ വലിയൊരു ഭാഗം, പ്രത്യേകിച്ച് നായർ വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾ BJP അടർത്തിക്കൊണ്ടുപോയ കാഴ്ച നമ്മൾ കണ്ടു. അത് കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. അതിനുശേഷം 2021 കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്ത് തന്നെ തുടരാൻ, കുറെ കൂടി ദുർബലമായി തുടരാനുള്ള സാഹചര്യമാണ് കേരള ജനത സമ്മാനിച്ചത്. അവിടുന്നാണ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തത്. കോൺഗ്രസിനെ രക്ഷിക്കണമെങ്കിൽ അതിൻ്റെ തലപ്പത്തേക്ക് കരുത്തുറ്റൊരു നേതാവിനെ കൊണ്ടുവരണം. സഭയ്ക്കകത്തും പുറത്തും, സഭയ്ക്കകത്തും പിണറായി വിജയനെ എതിരിടാൻ, പിണറായി വിജയനോട് പിടിച്ചു നിൽക്കാൻ അത്രയും കൈക്കരുത്തുള്ള ഒരു നേതാവ്, അത്രയും ഈ നിയമസഭാ വിഷയങ്ങളിൽ അവഗാഹമുള്ള ഒരു നേതാവിനെ കൊണ്ടുവരണം എന്ന് കരുതിയിട്ടാണ് അവർ രമേശ് ചെന്നിത്തലയെ മാറ്റി VD സതീശനെ കൊണ്ടുവന്നത്. സഭയ്ക്ക് പുറത്ത് സംസ്ഥാനത്ത് പരിപൂർണമായിട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് അതുപോലൊരാളെ കൊണ്ടുവരാൻ അവരുദ്ദേശിച്ചു. അതവർ സുധാകരനാണ് നറുക്കു വീണത്. സുധാകരൻ. ഈ രണ്ടുപേരും ചേർന്ന് സഭയ്ക്കകത്തും പുറത്തും കോൺഗ്രസിനെ ഒരു വലിയ തിരുത്തൽ ശക്തിയായിട്ട്, ഒരു യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് മാറ്റുന്ന കാഴ്ച കേരളം കണ്ടു. അത് വലിയ തോതിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയമൊക്കെ കൊണ്ടാണ് കോൺഗ്രസ്സിന് കയറിപ്പോകാൻ സാധിച്ചത്. പക്ഷേ 2021 ശേഷം
പല്ലും നഖവും ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വേട്ടയാടുന്ന ഒരു കോൺഗ്രസിനെയാണ് നമ്മൾ കണ്ടത്. വളരെ കൃത്യമായിട്ട് സംഘടനാ തലത്തിൽ KSU മുതൽ KPCC വരെ തകർന്ന തരിപ്പണമായി പോയൊരു 5 വർഷത്തിൽ നിന്ന് പതുക്കെ പതുക്കെ കോൺഗ്രസ് കയ്യും കാലുമൊക്കെ വച്ച് ആയുധങ്ങളൊക്കെ ധരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാഴ്ച കേരളം കണ്ടു. അതിന് കോൺഗ്രസിനെ സജ്ജമാക്കിയത് KPCC മുതൽ KSU വരെ സജ്ജമാക്കിയത് K. സുധാകരനും VD സതീശനും ചേർന്നാണ്. ആ VD സതീശനും K. സുധാകരനും പതുക്കെ രണ്ടായിട്ട് പിരിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അങ്ങനെ പിരിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഗ്രൂപ്പിസവും ഫ്ലക്സ് യുദ്ധവും ഒക്കെ വീണ്ടും തലപൊക്കാൻ തുടങ്ങിയത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് ഇല്ല, അത് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. ഇപ്പോഴൊക്കെ ഒതുങ്ങിയിരിക്കുന്ന പഴയ AI ഗ്രൂപ്പുകാർക്കൊക്കെ ഉള്ളൊരു പ്രശ്നം അതിനെ നയിക്കാൻ ആളില്ല എന്നുള്ളതാണ്. I ഗ്രൂപ്പിനെ നയിക്കാൻ ആരാ ഉള്ളത്? ആരുമില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉണ്ട്, ശരിയാണ്. പക്ഷേ അദ്ദേഹം K. മുരളീധരനെ പോലെയോ K. കരുണാകരനെ പോലെയോ ഒക്കെ ഉള്ള ഒരു നേതാവാണ് എന്ന് പറയാൻ കഴിയില്ല. അതുപോലെ A ഗ്രൂപ്പിനെ നയിക്കാൻ ഇപ്പോൾ ആരാ ഉള്ളത്? അവിടെ ഉള്ളത് പണ്ടുണ്ടായിരുന്നത് ഉമ്മൻചാണ്ടി, AK ആൻ്റണി തുടങ്ങിയ അതികായന്മാരാണ്. അവർക്ക് പകരം വെക്കാൻ ഒരു നേതാവ് ഇന്ന് A ഗ്രൂപ്പിൻ്റെ ഭാഗത്തില്ല. അല്ല, പുതിയ നേതൃത്വം പൂർണ്ണമായി തന്നെ സുധാകരനെ ഒഴിവാക്കാനാണോ ശ്രമം? അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് ബോർഡുകൾ പോലും കണ്ണൂരിലെ DCC ഓഫീസിൽ വയ്ക്കാനായി അനുവദിക്കുന്നില്ലല്ലോ. അല്ലാതെ പണ്ടും അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ AI ഗ്രൂപ്പുകളെല്ലാം അസ്തമിച്ചിട്ട് അവിടെ പുതിയ ചില ഗ്രൂപ്പുകൾ ഉണ്ടായി വരികയാണ്. VD സതീശൻ്റെ നേതൃത്വത്തിൽ, ചെറുപ്പക്കാരായ ആൾക്കാരുടെ നേതൃത്വത്തിൽ, KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലൊക്കെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിഞ്ഞു കോൺഗ്രസിനുള്ളിൽ. അതിൻ്റെ ഭാഗമായിട്ട് പഴയ നേതാക്കളെല്ലാം വെട്ടിനിരത്തും, അത് തീർച്ചയാണ്. K. മുരളീധരൻ ഉൾപ്പെടെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ പഴയ നേതാക്കൾ, രമേശ് ചെന്നിത്തലയ്ക്ക് പോലും അത് വലിയ ഭീഷണിയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പക്ഷേ മത്സരിക്കാൻ സീറ്റ് കിട്ടിയേക്കും ഹരിപ്പാട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കണ്ടു തന്നെ അറിയണം. K. മുരളീധരൻ്റെ കാര്യമാണ് അതിലും കഷ്ടം. അദ്ദേഹത്തിന് സീറ്റ് പോലും നിഷേധിക്കുമോ എന്ന ഭയത്തിലാണ്. കാരണം കോൺഗ്രസ്സിൽ ചെറുപ്പക്കാരുടെ ഒരു നിര കയറിക്കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്നൊരു സമരോത്സുക സംഘടനയായി മാറി, ഒരു യുവ സംഘടനയായി യൂത്ത് കോൺഗ്രസ് മാറി. DYFIയെ കാണാനില്ല. യുവമോർച്ച പേരിന് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് ഇന്ന് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ ചെറുപ്പക്കാരുടെ ശബ്ദമുയരുന്നെങ്കിൽ അത് യൂത്ത് കോൺഗ്രസിൻ്റെതാണ്. അപ്പോൾ കോൺഗ്രസിനെ പിടിച്ചെടുക്കാൻ ഇന്ന് പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുമായിട്ട് ചെറുപ്പക്കാരായ നേതാക്കൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അത് VD സതീശൻ്റെയും സണ്ണി ജോസഫിൻ്റെയും KC വേണുഗോപാലിൻ്റെയും ഒക്കെ തലമുറയിൽപ്പെട്ടവരാണ്. അവർക്ക് തൊട്ടു താഴെ ഷാഫി പറമ്പിലിനെയും PC വിഷ്ണുനാഥിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും പോലെയുള്ള നേതാക്കളും ഉണ്ട്. അവർക്ക് പിന്തുണയേകി. ഈ മുതിർന്ന നേതാക്കളെ ഒരു തലമുറ മാറ്റം കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ വ്യക്തം. രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K. സുധാകരൻ തുടങ്ങിയ നേതാക്കൾ ഇന്ന്, K. മുരളീധരൻ തുടങ്ങിയവരൊക്കെ അപ്രസക്തരായിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൽ. അതുകൊണ്ട് തന്നെ അവരെ ഇനി ഒരു തരത്തിൽ, ഇപ്പോൾ K. സുധാകരനെ ഒതുക്കി MP ആയിട്ട് അദ്ദേഹം ഇനി ഡൽഹിയിൽ ശിഷ്ടകാലം ഡൽഹിയിൽ പ്രവർത്തിച്ചാൽ മതി, ഇനി ഇവിടെ നിങ്ങളുടെ ആവശ്യമില്ല എന്നാണ് ഈ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ചലിപ്പിക്കുന്ന നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ K. സുധാകരൻ്റെ ഫ്ലെക്സോ ഫോട്ടോയോ ഒന്നും ഇനി ഒരു സ്ഥലത്തും കാണില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, അമ്പേ തകർന്നു പോയ കോൺഗ്രസിനെ, യൂത്ത് കോൺഗ്രസിനെ ഒരു പോരാട്ട വീര്യമുള്ള സംഘടനയാക്കി വീണ്ടും തെരുവുകളിൽ പ്രതിഷ്ഠിച്ചത് K. സുധാകരൻ്റെ മിടുക്കാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് എന്നുള്ളത് ഈ പുത്തൻകൂറ്റുകാരായ നേതാക്കൾ മറന്നുപോകരുത്. രമേശ് ചെന്നിത്തലയും K. സുധാകരനും K. മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ ജനങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടില്ല. അവരിപ്പോഴും ജനകീയരായ നേതാക്കൾ തന്നെ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ മാറിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ നേതാക്കളെ അമ്പേ തഴയുന്നത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യില്ല എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും ഒരു കാര്യത്തിൽ സത്യമാണ്, യുവരക്തം കോൺഗ്രസ്സിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് ഒഴുകുന്നത് കോൺഗ്രസിൻ്റെ സിരകളിലൂടെയാണ്.
അത് CPM-നും BJP-ക്കും പോലും അത് അവകാശപ്പെടാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, ഇപ്പം സന്ദീപ് വാര്യർ BJP വിട്ട് പോയപ്പോൾ എന്തുകൊണ്ട് CPM-ലേക്ക് പോയില്ല, എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് പോയി? ഇപ്പോൾ നാട് ഭരിക്കുന്നത് CPM ആണ്. അവരുടെ ഒപ്പമല്ലേ പോകേണ്ടിയിരുന്നത് സന്ദീപ് വാര്യർ? എന്തുകൊണ്ട് സന്ദീപ് കോൺഗ്രസിനൊപ്പം പോയി? ഭാവി കോൺഗ്രസിനാണ്. ഇന്നത്തെ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ദുർബലമായ കോൺഗ്രസ് അല്ല ഭാവിയിൽ വരാൻ പോകുന്നത്. ആ കോൺഗ്രസ്സിന് ശക്തി ആർജിച്ചു കഴിഞ്ഞു. അത് വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, ഏതാണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് ചാടി എഴുന്നേറ്റ് യുദ്ധം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. എല്ലാ കാലത്തും കോൺഗ്രസിൽ ഗ്രൂപ്പുണ്ട്, ഇന്നുമുണ്ട്, നാളെയും ഉണ്ടായിരിക്കും. പക്ഷേ നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴെങ്കിലും ഒറ്റക്കെട്ടായി നിന്ന് കോൺഗ്രസിനെ നയിക്കാനും രാഷ്ട്രീയ എതിരാളിയെ നേരിടാനുമുള്ള ഒരു തന്ത്രം പയറ്റിയില്ലെങ്കിൽ കോൺഗ്രസ് വീണ്ടും തകർന്നു പോകും. അത് കോൺഗ്രസിന് നല്ലതല്ല, നേതാക്കൾക്കും ഒട്ടും നല്ലതല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.